ഇന്നത്തെ വീഡിയോ മൈക്രോഫൈബർ ക്ലോത്തുകളെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഈ മൈക്രോഫൈബർ ക്ലോത്ത്? നമ്മൾ ക്ലീനിങ്ങിനൊക്കെ നമുക്ക് കടകളിൽ ലഭിക്കാറുണ്ട്. മൈക്രോഫൈബർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഫൈബറുകളുടെ കുറേ ക്ലസ്റ്റേഴ്സാണ്. നമ്മൾ ഈ മൈക്രോഫൈബർ തുണി എടുത്ത് നോക്കിയാൽ അറിയാം, അതിൽ ചെറിയ ചെറിയ നൂലുകൾ കാണാൻ പറ്റും. ഈ ഓരോ നൂലും ഓരോ മൈക്രോഫൈബറും നമ്മുടെ തലമുടിയുടെ 100-1 ഡയമീറ്റർ മാത്രമേ ഉള്ളൂ. അത്രയും ഫൈൻ ആയതുകൊണ്ട് ഒരു സാധാരണ തുണിയേക്കാളും ഒത്തിരിയധികം അബ്സോർബിംഗ് പവർ അതിനുണ്ട്. പൊടിയാണെങ്കിലും അഴുക്കാണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും ഒരു സർഫസിലുള്ള എന്തും മൈക്രോഫൈബർ ക്ലോത്ത്സ് അബ്സോർബ് ചെയ്യും. നമ്മൾ എങ്ങനെ ഗുഡ് ക്വാളിറ്റി മൈക്രോഫൈബർ ക്ലോത്ത് തിരഞ്ഞെടുക്കും? ഇത് വെളിച്ചത്തോട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഗ്യാപ്പ് കാണുന്നില്ലെങ്കിൽ അത് നല്ല ക്വാളിറ്റിയാണ്. ചെറുതായി ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്ര ക്വാളിറ്റി ഉള്ളതല്ല. അതുപോലെ അതിൻ്റെ GSM വാല്യൂ നോക്കുക. ഹയർ GSM വാല്യൂ ഉണ്ടെങ്കിൽ ക്വാളിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും അബ്സോർബിംഗ് പവർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ക്ലീനിങ് ലിക്വിഡ് ഇല്ലാതെ തന്നെ നമുക്ക് നന്നായി സർഫസസ് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി എന്തിനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി മൈക്രോഫൈബർ ക്ലോത്ത്സ് യൂസ് ചെയ്യാം എന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ഡസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിലെ സർഫസസിലുള്ള പൊടികൾ എടുക്കാൻ വേണ്ടി മൈക്രോഫൈബർ ക്ലോത്ത്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ക്ലീൻ ചെയ്യാൻ ഇത് വെച്ച് പറ്റും. നമ്മുടെ ഇലക്ട്രോണിക് അപ്ലയൻസസ് ഒന്നും ഒത്തിരി നനച്ച് തുടയ്ക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ മൈക്രോഫൈബർ ക്ലോത്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. നമ്മൾ പാത്രം കഴുകിക്കഴിഞ്ഞ് ഓരോ പാത്രവും തുടച്ച് വയ്ക്കുന്ന ശീലം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈക്രോഫൈബർ ക്ലോത്ത് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഒത്തിരി ക്ലീനായിട്ടും അഴുക്ക് നന്നായി പോകുന്നതായിട്ടും കാണാൻ പറ്റും. പിന്നെ ഇത് സ്ക്രാച്ച് ഫ്രീ ആയതുകൊണ്ട് നമ്മളുടെ ഗ്ലാസ് സർഫസസ്, TVയുടെയും കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ സ്ക്രീനിൻ്റെ സർഫസ് തുടയ്ക്കാൻ വേണ്ടി, അതുപോലെ നമ്മുടെ മൊബൈൽ, ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അതുപോലെ നമ്മുടെ വിൻഡോസിൻ്റെയൊക്കെ ഗ്ലാസും ക്ലീൻ ചെയ്യാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. ഒത്തിരി അബ്സോർബിങ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ ഒത്തിരി ക്ലീനിങ് പ്രോഡക്റ്റ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഒന്നില്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡോ വിനീഗറോ പോലുള്ള സിമ്പിൾ ഐറ്റംസ് ഉപയോഗിച്ചാൽ മതി. അതുപോലെ നമ്മൾ ബ്ലീച്ചോ സിലിക്കൺ ഓയിലോ അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ഒന്നും മൈക്രോഫൈബർ ക്ലോത്ത് യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കരുത്. ഇനി ക്ലീനിങ്ങിന് ശേഷം ഇവ എങ്ങനെ നമ്മൾ വാഷ് ചെയ്ത് കെയർ ചെയ്യാമെന്ന് നോക്കാം. വാഷിംഗ് മെഷീനിൽ ഇടാതിരിക്കുക. വാഷിംഗ് മെഷീനിൽ മറ്റു തുണികളുടെ ഒപ്പം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അബ്സോർബിങ് ആയതുകൊണ്ട് ആ തുണികളുടെ നൂലുകൾ ഇതിലോട്ട് പറ്റിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളവും ഡിഷ് വാഷ് ലിക്വിഡോ എന്തെങ്കിലും മൈൽഡായിട്ടുള്ള വിനീഗറോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് കഴുകി ഉണക്കാനിടുക. ഇത്രയേ ഉള്ളൂ. ക്ലീനിങ്ങിന് ശേഷം ഉടനെ തന്നെ മൈക്രോഫൈബർ ക്ലോത്ത് കഴുകാൻ ശ്രദ്ധിക്കുക. ഇനി കുറച്ച് സമയം കഴിഞ്ഞാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ നമ്മളത് ഒരു സ്ഥലത്ത് നിവർത്തിയിടുക. അല്ലാതെ അലക്ഷ്യമായി ചുരുട്ടിക്കുട്ടി വലിച്ചെറിയരുത്. ഇത് ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യാൻ കാരണമായിരിക്കും. അതുപോലെ മറ്റ് തുണികളുടെ കൂടെ നമ്മൾ വാഷ് ചെയ്യരുത്. മൈക്രോഫൈബർ തുണികളുടെ കൂടെ മാത്രം വാഷ് ചെയ്യുക. അതുപോലെ തണുത്ത വെള്ളത്തിൽ മൈൽഡായിട്ടുള്ള ഡിറ്റർജൻറ്റ് വെച്ച് വേണം അലക്കാൻ. ഒരിക്കലും തിളച്ച വെള്ളത്തിൽ കഴുകരുത്, കാരണം അത് ഉരുകാൻ കാരണമാവും. അതുപോലെ ഫാബ്രിക് സോഫ്റ്റ്നേഴ്സോ ബ്ലീച്ചോ ഒന്നും തന്നെ യൂസ് ചെയ്യരുത്. നമ്മൾ കഴിയുന്നതും ഓയിലുള്ള ഐറ്റംസ്, ഗ്രീസുള്ള ഐറ്റംസ് ഒന്നും ക്ലീൻ ചെയ്യാൻ മൈക്രോഫൈബർ ക്ലോത്ത് യൂസ് ചെയ്യരുത്. കാരണം ഇത് ഒത്തിരി നന്നായിട്ട് അത് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ക്ലോത്തിൽ നിന്ന് നമ്മൾ ഈ ഓയിൽ കളയാൻ വേണ്ടി ഭയങ്കരമായിട്ട് പാടായിരിക്കും. പിന്നെ നമ്മൾ മൈക്രോഫൈബർ ക്ലോത്ത് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേനും ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യേണ്ട, ഡാർക്ക് വേണം ചൂസ് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അഴുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ പാടായിരിക്കും. പിന്നെ അത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാലും ഒരു നീറ്റായിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടാവില്ല. ഈ തുണികളുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് ബയോഡിഗ്രേഡബിൾ അല്ല, നശിച്ചു പോകത്തില്ല. ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും നശിച്ചു പോകത്തില്ല. അപ്പോൾ നമ്മൾ മൈക്രോഫൈബർ തുണികൾ വാങ്ങിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം സൂക്ഷിച്ച് വാങ്ങിക്കുക. അതുപോലെ നമ്മളത് നല്ലവണ്ണം കെയർ ചെയ്ത് ഒരു ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മളത് ടേക്ക് കെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.